വായനാ ദിനം ആചരിച്ച് തൃശൂർ ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപിക PB സുമ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ശ്രീ പത്മനാഭൻ മാസ്റ്റർ, PTA വൈസ് പ്രസിഡന്റ് ശ്രീ ധനേഷ് മടത്തിപ്പറമ്പിൽ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. വായനാ ദിനം ആഘോഷമാക്കി കൊല്ലം പെരിനാട് ഗവൺമെന്റ് ഹൈസ്കൂൾ. വായനാ ദിനാചരണം പെരിനാടിന്റെ കവിയായ വെളിമൺ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും അരങ്ങേറി. ആലപ്പുഴയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. ബുധനൂർ സ്വദേശി ജയശ്രീയാണ് മരിച്ചത്. MC റോഡിൽ മാന്തുകയിൽ വെച്ചായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും ചെങ്ങന്നൂരിലേക്ക് വരികയായിരുന്ന കാറും എതിരെ വന്ന ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ജയശ്രീയുടെ ഭർത്താവ് പ്രസന്നനും ഗുരുതര പരിക്ക്. തലശ്ശേരി 3-ാം മൈലിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. വിമുക്ത ഭടൻ ദിലീപ് ബാബുവാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അപകടം. കോഴിക്കോട് അത്തോളിയിൽ ഇടിമിന്നലേറ്റ് സ്ത്രീക്ക് പരിക്കേറ്റു. മങ്കരം കണ്ടിമീത്തൽ പ്രജികലയ്ക്കാണ് ഇടിമിന്നലേറ്റത്. 40-കാരിയായ പ്രജികല വീട്ടുവരാന്തയിൽ നിൽക്കുമ്പോഴായിരുന്നു ഇടിമിന്നലേറ്റത്. MDMA-യുമായി 23-കാരൻ പിടിയിൽ. തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി സൂരജാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന MDMA-യുമായി സൂരജിനെ കൊച്ചുവേളിയിലെത്തിയപ്പോൾ റെയിൽവേ പോലീസ് പിടികൂടുകയായിരുന്നു. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം പടരുന്നു. വള്ളിക്കുന്ന് മേഖലയിൽ 278 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരം ആര്യനാട് നിയന്ത്രണം വിട്ട ലോറി വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചുകയറി അപകടം. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റത് പാറശാല സ്വദേശി രതീഷിന്. കടയുടെ മുൻവശവും തകരാർ പരിഹരിക്കാൻ വെച്ചിരുന്ന ഇരുചക്ര വാഹനങ്ങളും തകർന്നു. രാത്രിയായതിനാൽ വൻ ദുരന്തം ഒഴിവായി. കൊല്ലം കടയ്ക്കൽ കുമിളിലും നിലമേലും MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. കുമിൾ സ്വദേശി അനന്തു, നിലമേൽ സ്വദേശി ഇൻഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം നിലമേലിൽ പാമ്പ് കടിയേറ്റ് ഒട്ടകം ചത്തു. നിലമേൽ ഫൈസലിന്റെ 1.5 വയസ്സ് പ്രായമുള്ള ഒട്ടകത്തിനാണ് പാമ്പ് കടിയേറ്റത്. ചികിത്സ വൈകിയതാണ് ഒട്ടകം ചാകാൻ ഇടയായതെന്ന് ഫൈസൽ. മലപ്പുറം പൂക്കാട്ടിയൂർ തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. വിശേഷാൽ പൂജകൾക്കു ശേഷം വിഷ്ണു സഹസ്രനാമജപം, വിദ്യാഗോപാല മന്ത്രാർച്ചന, കൂട്ടപ്രാർത്ഥന, ആറാട്ട് എന്നിവ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് സപ്താഹയജ്ഞത്തിൽ പങ്കാളികളായത്. കാനഡയിലെ ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറിന് ആദരമർപ്പിച്ചു കനേഡിയൻ പാർലമെന്റ്. നിജ്ജറിന്റെ ചരമവാർഷിക ദിനത്തിൽ പാർലമെന്റ് മൗനം ആചരിച്ചു. ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച നിജ്ജർ കഴിഞ്ഞ വർഷം ജൂൺ 18-നാണ് വെടിയേറ്റു മരിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉത്തര കൊറിയൻ സന്ദർശനത്തിന് തുടക്കമായി. പുടിനെ പോങ്യാങ് വിമാനത്താവളത്തിൽ പ്രസിഡന്റ് കിം ജോങ് സ്വീകരിച്ചു. 24 വർഷത്തിന് ശേഷമാണ് പുടിന്റെ സന്ദർശനം. കണ്ടശാംകടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സ്റ്റോറിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ അബീദ നിർവഹിച്ചു. വിശപ്പരഹിത വിദ്യാലയത്തിനായി നിസാര തുകയ്ക്ക് ഭക്ഷണം ആവശ്യക്കാരായ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാനും സ്റ്റോർ വഴി ലക്ഷ്യമിടുന്നു. കടുത്ത ചൂടിൽ ഹജ്ജിനിടെ മക്കയിൽ മരിച്ചത് 557 തീർത്ഥാടകരെന്ന റിപ്പോർട്ട്. മരിച്ചവരിൽ കൂടുതലും ഈജിപ്തിൽ നിന്നുള്ള തീർത്ഥാടകർ.